മുൻ മേയർ ആര്യ രാജേന്ദ്രനെ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാക്കാനുള്ള നീക്കത്തിന് തിരിച്ചടി. ആര്യയെ തഴഞ്ഞ് വി.എസ്. ശ്യാമയെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ CPM സംസ്ഥാന നേതാക്കളുടെ നിർദ്ദേശം ജില്ലാ കമ്മിറ്റി നേതാക്കൾ അവഗണിക്കുകയായിരുന്നു. നിലവിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആര്യ രാജേന്ദ്രനെ ജില്ലാ പ്രസിഡന്റാക്കാനായിരുന്നു നീക്കം. CPM-ലെയും ഡിവൈഎഫ്ഐയിലെയും ഒരു വിഭാഗം നേതാക്കൾ ആര്യയ്ക്കായി ശക്തമായി വാദിച്ചു. ഇതോടെ നേതൃത്വത്തിൽ തർക്കമായി. ആര്യ രാജേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിലേക്ക് വരേണ്ടതില്ല എന്നാണ് ഭൂരിഭാഗം ഡിവൈഎഫ്ഐ നേതാക്കളുടെയും തീരുമാനം. തർക്കം രൂക്ഷമായതോടെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സെക്രട്ടറി A റഹീം ഇടപെടുകയും മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ സമവായത്തിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു. തുടർന്ന് ഡിവൈഎഫ്ഐ മുൻ ട്രഷററും കാട്ടായിക്കോണം സ്വദേശിയുമായ വി.എസ്. ശ്യാമയെ ജില്ലാ പ്രസിഡന്റായും LS ലിജുവിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ പാർട്ടി പരിപാടികളിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രനെ. തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് വിജയിക്കാനായതിൽ ആര്യയുടെ ഭരണസമിതിക്ക് രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. തുടർന്ന് പാർട്ടിയുമായി അകന്നു കഴിഞ്ഞിരുന്ന ആര്യയെ ജില്ലാ നേതൃത്വത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വിഭാഗം നേതാക്കളുടെ ശ്രമത്തിലാണ് ഡിവൈഎഫ്ഐയിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിട്ടത്. ജനം, തിരുവനന്തപുരം.